ദേശീയ വിദ്യാഭ്യാസ നയം അങ്ങേയറ്റം രാഷ്ട്രത്തിന് ഡേഞ്ചറാണ്, ആപത്താണ്. RSS നയമാണ്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിൽ കിടക്കപ്പുറതിയില്ലാത്ത സംഘം പരിവാരം. ആ ചരിത്രത്തെ മാറ്റിയെഴുതലാണ്. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ ഗ്ലോറിഫൈ ചെയ്യലാണ്. അതുകൊണ്ട് എതിർക്കണം വിദ്യാർത്ഥികളെ, എതിർത്തു തോൽപ്പിക്കണം സഖാക്കളെ എന്ന ആ പ്രഭാഷണം പണ്ടുപണ്ടപ്പോഴോ അല്ല, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. SFI ദേശീയ സമ്മേളനമാണ് വേദി. ഏതാണ്ട് 5 വർഷങ്ങളിൽ ആ നയം പറയാൻ തയ്യാറാക്കിയ പ്രചണ്ഡ പ്രചരണങ്ങൾ, പ്രബന്ധ സമാഹാരങ്ങൾ, ഇപ്പോഴും വെബ്സൈറ്റിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന 6 അംഗ സമിതി റിപ്പോർട്ട്, രാഷ്ട്രീയ സത്യം തീണ്ടാത്ത ക്വിന്റൽ കണക്കിന് വെറും വായപ്പടച്ച് വാക്കുകൾ തൂത്തുവാരി AKG സെന്ററിന്റെ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിട്ടാണ് രായ്ക്കുരാമാനം ആ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ. 10-ാം തീയതിയിലെ ഡൽഹി യാത്രയ്ക്ക് പിന്നാലെ ഏതോ ഒരു രാഷ്ട്രീയ അണിയറയിൽ 16-ാം തീയതി ആയുധമണിഞ്ഞതാണ് ആ ധാരണാപത്രം. 22-ാം തീയതി ക്യാബിനറ്റിൽ CPI മന്ത്രി രാജന്റെ ചോദ്യം അനാഥപ്രേതമായി അലഞ്ഞതാണ്. കേട്ടെന്ന് പോലും നടിക്കാതെയാണ്. പിറ്റേന്നൊരു മായാജാലം കണക്കെ CPI മാത്രമല്ല, കേരളത്തെ മൊത്തം കണ്ണുകെട്ടി നിർത്തി. ഒരുതരം മൊസാദ് മോഡൽ കവോട്ട് നീക്കം ഗംഭീരമാണ്. അതേ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ കൂടെ ഇരുത്തി ബിനോയ് വിശ്വം ചോദിക്കുന്നു, ഇതെന്ത് സർക്കാരാ? കിട്ടാത്ത പുല്ലുവിലയും പോരാഞ്ഞ് ഏതു CPI എന്ന ഗോവിന്ദാധിക്ഷേപവും കേട്ട് കാൽക്കാസിന്റെ വിലയില്ലാതെ ഭാസ്കര പട്ടേലോട് തുമ്മി കണക്കെ ഇരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ഗതികേടാണ്. കഷ്ടമേ കഷ്ടം. ആ നയം RSS അജണ്ടയാണ്, കാവിയാണ്, കൂവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശിവൻകുട്ടി ഇന്നലെ ഒരു രാഷ്ട്രീയ കമത്തിയടിയിൽ ഒറ്റ ചോദ്യമാണ്, NEPക്ക് എന്താ കുഴപ്പം? ഏതോ മുതലാളിത്തം, സാമ്രാജ്യത്വം, വർഗഘടന, അന്തരീക്ഷത്തിന്റെ ആന്തോളനം, ആക്രന്ദനം എന്നൊക്കെ കേട്ടാൽ ചിരി വരുന്ന പാർട്ടി സെക്രട്ടറിയുടെ വെർബൽ സർക്കസിനേക്കാൾ കോടികളുടെ വിലയൊന്നും ഈ പറയുന്ന രാഷ്ട്രീയ നയങ്ങൾക്കില്ല എന്ന് നേർക്കുനേർ പറഞ്ഞ ശിവൻകുട്ടിക്കാണ് പൂച്ചെണ്ടുകൾ. അതിനാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ കാവിക്കൂടാരം ഇൻകുലാബിന്റെ മംഗളപത്രം. കോടികൾ താലത്തിൽ വെച്ചാൽ ഷാ എന്ന് വിരട്ടിയാൽ ആ പറഞ്ഞതൊക്കെ ഇതുപോലെ അങ്ങ് വിഴുങ്ങി പൗരത്വം നടപ്പാക്കില്ലെന്ന് പറയാനുള്ള ആർജവ നഷ്ടം ഒരു സാധാരണ സഖാവിന്റെ വല്ലാത്ത അവസ്ഥയാണ്. അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാത്തൊരു പ്രസ്ഥാനം എന്നൊക്കെ ആ ക്യാമ്പസ് കാലത്ത് വിളിച്ചുകൊടുത്തും ഏറ്റുവിളിച്ചും നെഞ്ചേറ്റിയ മുദ്രാവാക്യങ്ങളുടെ മൂക്കത്ത് വെക്കണം 2 കഷ്ടം ചുവന്ന പഞ്ഞികൾ, അകാലത്തിൽ കഴിവേറ്റിക്കൊന്ന ആവേശവാക്കുകൾ, കാതരാഞ്ജലികൾ, ആശയത്തിന്റെ മോർച്ചറികളിൽ മലച്ചു കിടക്കുന്ന ആ മുദ്രാവാക്യങ്ങളെ നിങ്ങൾക്ക് നേരട്ടെ. ഓം ശാന്തി, നിത്യശാന്തി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഈ NEPയിൽ എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEPയിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു. ഞാൻ ചർച്ച ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു, എൻ്റെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു, ഞാൻ 2 പ്രാവശ്യം ചർച്ച ചെയ്തു. ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളതിൽ അവർ തയ്യാറായി വന്നിട്ടില്ല. തയ്യാറായി വരാത്ത അവസരത്തിൽ നമുക്ക് ഈ കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ജെക്സി തോമസ്, ശ്രീ രാജു P. നായർ, ജിതിൻ ദേവ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ജെയ്ക്കിലേക്കാണ് ആദ്യം പോകണമെന്ന് വരുന്നത്, പക്ഷേ ജെയ്ക്ക് എത്തിയിട്ടില്ല. ജെയ്ക്ക് അല്പസമയം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജു P. നായർ, മുന്നോട്ട് പോകാൻ എന്ത് വേണം? കാശ് വേണം. ആ കാശ് അനീതികളുടെ ഉപാധികളിൽ തടഞ്ഞു വെച്ചിട്ട് കേന്ദ്രം കോടതിയിൽ പോകാനൊന്നും മെനക്കെടുന്നില്ല. ഈ നയം പോളിസി എന്നൊക്കെ പറയുന്നത് ഇരുമ്പുരൊക്കെ ഒന്നുമല്ലോ, മാറ്റമില്ലാത്തതിന് മാറ്റമാണെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. അതിന് നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ 10-ാം തീയതിയിലെ പ്രധാനമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച, അതിന് പിന്നാലെ അതുവരെ ഇല്ലാത്തൊരു ഗതിവേഗം, 16 MOU എന്നൊക്കെയുള്ള ഒരു എക്സ്ട്രാ പൊളിറ്റിക്കൽ അന്തർധാര, ഒരു മേശക്കടിയിൽ കൈകൊടുക്കുന്ന അടിപ്പണി എന്നൊക്കെ ഒരു ദുഷ്ടലാക്ക് സംശയിക്കുന്നത് രാജു P. നായർ? അല്ല ഹാഷ്മി, ഒന്ന് ഇതിൻ്റെ ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒപ്പിട്ടതിൻ്റെ ഒരു രീതി തന്നെ ഏറ്റവും വലിയ സംശയമാണ്. നോക്കൂ, CPMന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസമാണ് നിന്ന് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് LDFുമായിട്ട് ചർച്ച ചെയ്യും, എന്നിട്ട് മാത്രമാണ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. ആ സമയത്ത് ഇത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ഒക്ടോബർ 17-ന് ഇത് ഒപ്പിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ MA ബേബി സഹതാപം തോന്നുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ എതിർപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു മനുഷ്യനെന്ന രീതിയിൽ സഹതാപം തോന്നുകയാണ്. ഒരു CPMന്റെ ജനറൽ സെക്രട്ടറിയെ ഒരു കോമാളിയാക്കി ഈ പാർട്ടി മാറ്റിയില്ലേ, ഒരു കോമാളിയാക്കി മാറ്റിയില്ലേ. എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല, അദ്ദേഹം അറിയാതെ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ CPMന്റെ ജനറൽ സെക്രട്ടറിയെ കൊണ്ടേ നിർത്തിയത് എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. CPI എന്ന് പറയുന്ന പാർട്ടി ഇതിനകത്ത് മുഴുവൻ ഇരുട്ടിലായിരുന്നില്ല, അവർക്ക് ഒന്നും അറിഞ്ഞില്ലല്ലോ. അവർ പുതിയ റിപ്പോർട്ടുകൾ എന്താ, CPMന്റെ മന്ത്രിമാർ പോലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ CPM പാർട്ടി അറിയാതെ, CPMന്റെ മന്ത്രിമാർ അറിയാതെ, മുന്നണിയിലെ മന്ത്രിമാർ അറിയാതെ, മുന്നണിയുടെ പാർട്ടി അറിയാതെ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അറിയാതെ ഈ ഒളിച്ചു പോയി ഇത് ഒപ്പിട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശരി, അവർ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ കാലങ്ങളായിട്ടുള്ള നിലപാട് ഞങ്ങൾ മാറ്റുന്നു, അദ്ദേഹം അങ്ങനെയാണല്ലോ ചോദിച്ചത്.
അങ്ങനെ മാറ്റിക്കൊണ്ട് ഈ ഒരു നയവ്യതിയാനം നടത്താൻ പോവുകയാണെങ്കിൽ അത് പാർട്ടി അറിഞ്ഞു വേണ്ടേ ആ നയവ്യതിയാനം നടത്താൻ? ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും അതില്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? കോൺഗ്രസിനെ പോലൊരു ജനാധിപത്യ പാർട്ടിയിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് തീരുമാനം എടുക്കുന്ന ഒരു പാർട്ടിയിലാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു തീരുമാനം എടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? അതല്ലാതെ ഒരു സ്ട്രക്ചേർഡ് കമ്മിറ്റി ഉള്ള CPM-ന് ഇതൊന്നും അറിയാതെ ഇത്തരത്തിലുള്ള നയവ്യതിയാനം അവസാനം ഒരു മന്ത്രി വന്നിട്ട് ചോദിക്കുകയാണ്, ദേശീയ വിദ്യാഭ്യാസത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഈ സഖാക്കന്മാരും ഈ പറയുന്ന പാർട്ടിയൊക്കെ എന്തായി മാറി? ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അത് പാർട്ടി തന്നെ വിലയിരുത്തേണ്ട ഒന്നാണ്. കേരളത്തെ സംബന്ധിക്കുന്ന പ്രശ്നം, ഈ പാർട്ടി ഇത്തരത്തിൽ നയവ്യതിയാനം നടത്തിയപ്പോൾ എന്താണ് ഇതിന് പിറകിലുണ്ട്? ഇത്തരത്തിൽ ഒളിച്ച് ഇത് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു? പിന്നെ RSSുമായിട്ടുള്ള അന്തർധാര നമ്മൾ കേവലം ഇതിനകത്ത് മാത്രമല്ല, ഇത് ഏറ്റവും അവസാനം ഇത് ചെയ്ത രീതി ഉൾപ്പെടെ സംശയാത്മകമാണ് എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളിൽ ഇത്ര അന്തർധാര ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള അന്വേഷണം മുതൽ ലാവ്ലിൻ മുതൽ മുഖ്യമന്ത്രിയുടെ മകന് എതിരെ വരുന്ന ED സമൻസ്, എല്ലാവരും കൂട്ടിക്കൊടുക്കരുത്. ഈ കേന്ദ്രം അല്ല, അതൊക്കെ നിങ്ങളുടെ ആരോപണങ്ങളാണ്. ഈ കേന്ദ്രം ഈ കേന്ദ്ര സർക്കാർ ഏത് രീതിയിലാണ് അവർക്ക് ഈ ഫെഡറൽ സംവിധാനത്തിലുള്ള പുച്ഛം, ഏത് രീതിയിലാണ് അവർ ഈ പറയുന്ന ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നത്, ഏത് രീതിയിലാണ് സംസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു ശത്രുതാപരമായ പ്രതികാര ബുദ്ധി എന്നൊക്കെ നിങ്ങൾക്കറിയാത്തവരല്ല. നിങ്ങളുടെ സംസ്ഥാനങ്ങളും ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെ അനുഭവിക്കുന്നവരുമാണ്. അങ്ങനെ പ്രതിപക്ഷ കൂട്ടായ്മയൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദുരവസ്ഥ, ശരി, രാഷ്ട്രീയ നയം ഉണ്ടായിരുന്നു, പോളിസി ഉണ്ടായിരുന്നു, RSSനെതിരെ നിലപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് വേണ്ടത് കാശല്ലേ രാജു പിന്നാർ? ആ കാശില്ലാത്തപ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും ഇരുട്ടിലാണ്. എവിടെയാണ് തീരുമാനമെടുക്കുന്നത്? നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ വെച്ചാണോ? നരേന്ദ്രമോദിയെ കാണുമ്പോഴാണോ? അതോ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നതാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാവോ? ആ ഗതികേട് മനസ്സിലാക്കണ്ടേ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി? രാജു പിന്നാർ. ഹാഷ്മി, ഈ കാശ് എന്ന് പറയുന്നത് തെറ്റായ വ്യാഖ്യാനമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, PM ശ്രീ പദ്ധതി പ്രകാരം ഇന്ത്യയിലെ ആകെ എടുത്തിരിക്കുന്ന സ്കൂളുകൾ 14,500 സ്കൂളുകളാണ്. മൊത്തം ഇന്ത്യയിൽ ആകെ എടുത്തിരിക്കുന്നത് 14,500 സ്കൂളുകളാണ്. ആ 14,500 സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീം 27,182 എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും കോടി മാത്രമാണ് 5 വർഷത്തേക്ക്. 5 വർഷത്തേക്ക് 27,182 കോടിയാണ്. അതിൻ്റെ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് അതിനകത്ത് 18,000 കോടി മാത്രമാണ്. 18,000 കോടി 5 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 4,000 കോടിക്ക് കീഴിലാണ് ഒരു വർഷത്തെ ഇത് എന്ന് വെച്ചാൽ ഏകദേശം 48 ലക്ഷം കോടിയുടെ എക്സ്പെൻസ് ബജറ്റുള്ള ഇന്ത്യയുടെ 5 വർഷത്തെ ബജറ്റ് കണക്കെടുത്താൽ 250 ലക്ഷം കോടി വരേണ്ടടുത്ത് ആകെ 4,000 കോടിക്ക് താഴെയാണ് ഒരു വർഷം ചെലവാക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി 160 170 കോടി രൂപയാണ് ഇതുകൊണ്ട് കേരളത്തിന് കിട്ടാൻ ആകെ ഉള്ളത്. ബാക്കി തടഞ്ഞു വെച്ചിരിക്കുന്ന തുക സർവശിക്ഷാ അഭിയാന്റെ തുകയാണ്. ആ സർവശിക്ഷാ അഭിയാന്റെ തുക തടഞ്ഞു വെക്കാൻ കഴിയില്ല എന്ന് ഈ മാസം ഇവർ ഒപ്പിടുന്നതിന് മുമ്പ് ഈ മാസം ഈ പാർലമെന്ററി പാനലിന്റെ റിപ്പോർട്ട് വന്നതാണ്. ആ പാർലമെന്ററി പാനലിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് തമിഴ്നാട് കാണിച്ചുകൊണ്ടാണ് ആ പണം തടഞ്ഞു വെക്കുന്നതിനെതിരെ കോടതിയിൽ പോയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, മാസങ്ങൾക്ക് മുമ്പ് ശിവൻകുട്ടി പറഞ്ഞത് എന്താ? ഈ പണം തടഞ്ഞു വെക്കുന്നതിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് പറഞ്ഞത്. ഈ പണം തടഞ്ഞു വെക്കുന്നതിന് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ ശിവൻകുട്ടി ഇന്നലെ ഇതെല്ലാം ഒപ്പിട്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതിന് ശേഷം വന്നിട്ട് NEPക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഹാഷ്മി ഒന്ന് പറഞ്ഞു കൊടുക്ക്. NEPക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കൊടുക്കും. ഒരു കുഴപ്പവും പുള്ളി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക? പൊട്ടന്മാർ. ഞാൻ ചോദിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഈ വലിയവായി പ്രത്യയശാസ്ത്രം പറയുന്നത് പ്രത്യയശാസ്ത്രത്തിൽ കഥയൊന്നുമില്ല രാജു പിന്നാർ പുതിയ കാലത്ത്. അത് മന്ത്രി വി സുകുട്ടി ഈ പറയുന്ന സൈദ്ധാന്തികത, ഈ പറയുന്ന ഭൂപ്രഭുത്വം, ഈ പറയുന്ന എന്താണ് EMSന്റെ കാലം ഒന്നും പറയാൻ നേർക്കുനേർ പറയുന്നുണ്ടല്ലോ. എല്ലാ കാലവും NEP കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ NEP നയം പിടിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുന്ന കാശ് പോത്തില്ലേ? കാലാകാലങ്ങൾ NEPക്കെതിരായ ആ എതിർപ്പ് തുടരാൻ പറ്റുമോ? വളരെ കൃത്യമായി തന്നെ എന്താണ് ശിവൻകുട്ടി ചോദിക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഇപ്പൊ ഇന്ന് BJP മുൻ സെക്രട്ടറി അല്ല ഹാഷ്മി, അത് മാറട്ടെ. അത് മാറുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അത് വേണം. ഞാൻ ചോദിക്കുന്നത്, അത് മാറുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കണ്ണൂരിലെ DYFയുടെ ജില്ലാ സെക്രട്ടറി ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? താൻ വിളിച്ച മുദ്രാവാക്യം ഒറ്റുകൊടുക്കപ്പെട്ടു എന്ന് ചിന്തിച്ച് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട കണ്ണൂരിലെ DYFയുടെ ജില്ലാ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്താൻ ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞോ? പിന്നെയാണോ കേരളത്തിൽ അസംഖ്യം വരുന്ന മതേതരമായി നിലനിൽക്കുന്ന മനുഷ്യരെ? ഒന്നുമല്ല, ഞാൻ പറഞ്ഞ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പോട്ടെ, കൂടെ ഇരുന്ന മന്ത്രിയും കൂടെ ഇരുന്ന ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ കൂടെ ഇരുത്തിയാണ് വിനോദ് ചോദിക്കുന്നത് ഇത് എന്ത് സർക്കാർ എന്ന് ചോദിക്കുന്നത്. അപ്പൊ കൂടെയുള്ള മന്ത്രിയെ പോലും ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും പറ്റിയിട്ടില്ല.
കൂടിക്കാഴ്ച ശേഷം പറയുന്നത് അങ്ങനെ മന്ത്രിമാരൊക്കെ കോമഡിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രതീക്ഷ വല്ലതും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരിൽ മാത്രമേ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സൂചിപ്പിച്ചത്. മന്ത്രിമാരൊക്കെ കോമഡിയല്ലേ? ഓക്കെ, ഞാൻ ജിതിൻ ദേവിലേക്ക് വരുന്നതിന് മുമ്പ് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ. നിങ്ങൾ വി.ഡി. സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി.ഡി. സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. ജിതിന്റെ യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ പണ്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വെറും തള്ളം തോന്നലായിരുന്നു. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ അത് വാപോയ കോടാലിയാണെന്ന് വി ശിവൻകുട്ടി പറയുന്നതൊക്കെ ചുമ്മാതാണ്. അങ്ങനല്ല. ചരിത്രത്തിൽ ആദ്യമായി കെ സുരേന്ദ്രനോട് ബഹുമാനം തോന്നുന്നു. കാരണം കെ സുരേന്ദ്രൻ പറയുന്നതിൽ കാര്യമുണ്ട്. കെ സുരേന്ദ്രൻ പറയുന്ന വഴിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ച കഴിഞ്ഞാൽ ആ അഭിനന്ദനം ഒന്ന് കെ സുരേന്ദ്രനെ അറിയിക്കണം. ജിതിന്റെ പക്ഷേ ഇത് തോക്കിന് മുൻപിൽ നിർത്തും പോലെ അംഗീകരിച്ചില്ലെങ്കിൽ പഴയ ഫണ്ടടക്കം തടഞ്ഞു വെക്കുമെന്ന ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. അതിനെ നേരിടാൻ കരുത്തുള്ള സംസ്ഥാനങ്ങളുണ്ട്, ബംഗാളും തമിഴ്നാടും. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടാവില്ലല്ലോ. കഴിവുകെട്ട സംസ്ഥാനങ്ങളെ വിരട്ടി വാങ്ങുന്നതിൽ വീരസ്യം പറയരുത് ജിതിന്റെ. ഹാഷ്മി, ഇതിനകത്ത് ഒരു വീരസ്വവും BJP പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇവരുടെ വാദം സമഗ്ര ശിക്ഷാ അഭിയാന്റെ പൈസ കൊടുത്തില്ല എന്നുള്ളതാണ്. സമഗ്ര ശിക്ഷാ അഭിയാനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്താണെന്ന് നാം പരിശോധിക്കാൻ തയ്യാറാകണം. സമഗ്ര ശിക്ഷാ അഭിയാന് അവസാനത്തെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അനുവദിച്ചിരുന്ന പൈസ 140 കോടി രൂപ മാത്രമാണ്. ഇപ്പോ ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് 1500 കോടി രൂപയാണ്. അപ്പൊ സമഗ്ര ശിക്ഷാ അഭിയാന്റെ പൈസയുടെ വിഹിതത്തിന്റെ കാര്യത്തിൽ വലിയ വർധനവ് കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. അത് ഒരു ഫാക്റ്റാണ്. അത് അംഗീകരിച്ചേ മതിയാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ, NEP, PM ശ്രീ, ഇതൊന്നും നമുക്ക് വേറെ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല ഹാഷ്മി. NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഇവിടെ രാജു പി നായർ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം രാഷ്ട്രീയമാണ്. അദ്ദേഹം ഈ CPI ഇരുട്ടിൽ നിർത്തി, CPI മന്ത്രിമാരെ വിശ്വാസത്തിലെടുത്തില്ല, സെക്രട്ടറി എടുത്ത് നടത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ നടത്തി എന്നൊക്കെയാണ്. ഹാഷ്മി പറഞ്ഞൊരു വാചകമുണ്ട്, അടിയുടെ ഇടിയുടെ മുന്നിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നടന്നാൽ മതിയോ നമ്മുടെ തലമുറ? ഈ പറയുന്നത് പോലെ NEP മുന്നോട്ട് വെക്കുന്ന 5+3+3+4 എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ മത്സര പരീക്ഷകളിൽ ഉൾപ്പെടെ പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടാകും ഹാഷ്മി. അത് ഇന്ത്യയിൽ സംഘടിപ്പിക്കപ്പെടുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയോ അല്ലെങ്കിൽ വിവിധ ഫോഴ്സുകളിലേക്കുള്ളതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ UPSC എക്സാംസിലോ മാത്രമല്ല. ഇതൊക്കെ ആഗോള നിലവാരത്തിൽ അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള വ്യത്യാസങ്ങളാണ്. പാഠ്യപദ്ധതി പരിഷ്കരണമാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വെറുതെ ഇങ്ങനെ കാവ്യവൽക്കരണം, വർഗീയവൽക്കരണം, വാണിജ്യവൽക്കരണം എന്നൊക്കെ കുറെ പേരുകൾ പറഞ്ഞ് ഇരുട്ടിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. ഹാഷ്മി, താങ്കൾ ഈ പറയുന്ന ആത്മാർത്ഥമാണെങ്കിൽ, കേന്ദ്ര സർക്കാരിന് ഈ പറയുന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ കൃത്യമായ ചർച്ചകൾ നടത്തണമായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാവുമെങ്കിൽ, എല്ലാ സംസ്ഥാനങ്ങളും ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളെയും വിളിക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് പാർലമെന്റിലെങ്കിലും ഒരു ചർച്ചയാവാം. ഒന്നും സംഭവിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് എന്താണ് ബാക്ക് സൈഡിൽ കൂടെ കൊണ്ടുവന്നാണോ ഈ നയമൊക്കെ? ഒരിക്കലുമല്ല ഹാഷ്മി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൃത്യമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നതാണ്. പല പ്രാവശ്യം ഇത് സംബന്ധിച്ചിട്ടുള്ള കരടും മറ്റു കാര്യങ്ങളും എല്ലാം വിവിധ തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഈ NEP 2020 പോയത്. എവിടെയാണ് ചർച്ചകളെന്ന് പറയാമോ? NEP 2020 ഹാഷ്മി, ഇത് കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച ഒരു മിനിറ്റ് ഹാഷ്മി, ഇത് കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച പദ്ധതിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നത് തെറ്റാണ്. കാരണം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ വിദ്യാഭ്യാസ നയത്തെ, ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് ഇതിനെ പറ്റിയിട്ടുള്ള കൂടിയാലോചനകൾ കഴിഞ്ഞ കോൺഗ്രസ് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്നതാണ്. ഇവർ വെറുതെ എതിർക്കുകയാണ് ഹാഷ്മി. ഇവർ പറയുന്നതൊക്കെ തെറ്റാണ്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകിലേക്ക് പോകും. ഒരു കാര്യം ഞാൻ മാത്രം പറഞ്ഞുതരാം ഹാഷ്മി. നമ്മുടെ ഇത്രമാത്രം ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ബൗദ്ധിക നിലവാരമുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കേരളം സന്ദർശിച്ചു. ആ രാഷ്ട്രപതിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രപതിയെ ശ്രീമതി ദ്രൗപദി മുർമുവിനെ ശബരിമലയിലേക്ക് ഒരു അമ്മ എന്ന പോലെ കൈ പിടിച്ചുകൊണ്ട് പോയതൊരു മലയാളിയാണ്. അദ്ദേഹം NSD കമാൻഡോയാണ്, സൗരഭ് നായർ. ഇതേപോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുള്ള നൂറുകണക്കിന് ആൾക്കാരെ സംഭാവന ചെയ്തതാണ് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾ എവിടെയാണ് ഹാഷ്മി? ഇന്ന് നമ്മുടെ കുട്ടികൾ ഒന്നുകിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന കേരളത്തിലെ കുട്ടികൾ മാത്രമാണോ? മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന കേരളത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതുവരെ ഒരു കുറ്റവും കുറവും സംഭവിച്ചിട്ടില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഞ്ചാബിലാണ്, ഗുജറാത്ത് കഴിഞ്ഞുള്ളൂ കേരളത്തിൽ പോകുന്ന കുട്ടികൾ. അത് വേറെ വിഷയമാണ്.
കുട്ടികൾ അല്ലല്ല, ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും താഴെയാണ്. അത്രേ ഉള്ളൂ. ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും താഴെയാണ് കേരളം. അത്രേ ഉള്ളൂ. പഞ്ചാബിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയ്ക്കും ഒക്കെ താഴെയാണ് കേരളം. അതുകൊണ്ട് അത് പറയണ്ട. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. PM-ശ്രീ കൊണ്ടല്ല ഇക്കാലം അത്രയും. PM-ശ്രീ കൊണ്ടും ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടും അല്ല കേരളത്തിലെ കുട്ടികൾ മിടുക്കരായി വളർന്നതും താങ്കൾ നേരത്തെ പറഞ്ഞ സൗരഭ്നാഥൻ അടക്കമുള്ളവർ എന്താണ് ഇക്കാലത്തുണ്ടായതും. അവിടെയാണ് ഹാഷ്മിയുടെ തെറ്റ്. ഹാഷ്മിയുടെ തെറ്റ് അവിടെയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഹാഷ്മി. ഞാൻ പറഞ്ഞത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല. ഹാഷ്മി ഒരു ഭാഗം മാത്രമാണ് കേട്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു. അതിന്റെ കണക്കൂടെ ഹാഷ്മി പരിശോധിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കണക്കൂടെ ഹാഷ്മി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കണക്കിനേക്കാൾ കൂടുതൽ ഗുജറാത്തിൽ നിന്ന് ആളുകൾ UK-ലേക്ക് പോകുന്നുണ്ടെന്നേ. CBSE അപ്പൊ ആ ഇഷ്യൂ വേറെ ഇഷ്യൂ ആണ്. നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഗുജറാത്തിന്റെ ജനസംഖ്യയും കേരളത്തിന്റെ പഠിച്ചാൽ അങ്ങേക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നമുക്ക് വേണമെങ്കിൽ കണക്കെടുക്കാം. ശരി, ജെക്സി തോമസ്, ശരി, ഇത് മാറണം. ഇതൊരു ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ ഹാഷ്മി. ഇതൊരു വൈകി വന്ന വിവേകമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകർച്ചയും മൂല്യത്തകർച്ചയും ഈ പറഞ്ഞ CPM തിരിച്ചറിയുന്നു. അതുകൊണ്ടൊരു മാറ്റത്തിന് തയ്യാറായി. അല്ല കേവലം ഒരു 1500 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വന്നൊരു നയമാറ്റമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. ശരി, ജെക്സി തോമസ്, ഇന്നലെ ഞാൻ തുടക്കത്തിൽ കേൾപ്പിക്കുക, ഇന്നലെ വി ശിവൻകുട്ടി പറഞ്ഞ കാര്യം. വി ശിവൻകുട്ടി പറയുന്നത് NEP-ക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ കാലവും NEP-യെ കെട്ടിപ്പിടിച്ചിരുന്നാൽ ഈ കോടികൾ നഷ്ടപ്പെടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ലോകാവസാനത്തോളം ഈ നയം പിടിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ശരിയാണ്, അത് വ്യക്തവുമാണ്. ഈ നയം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. NEP കൊണ്ട് പണ്ട് പറഞ്ഞതുപോലെയുള്ള കുഴപ്പങ്ങളില്ല. ഇനി കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നയാ പൈസ ഇല്ല. ആ പൈസ കിട്ടാൻ നയം കെട്ടിപ്പിടിച്ച് കഴിയില്ല. മാറിയ കോലം നയമെടുത്ത് ചുരുട്ടി എറിഞ്ഞ് വ്യക്തമായി തന്നെ ശിവൻകുട്ടി പറഞ്ഞു. പരോക്ഷമായെന്ന പോലെ വ്യക്തമായി തന്നെ നേർക്കുന്നവർ പറഞ്ഞു. അത് പറഞ്ഞാൽ CPI-ക്ക് മനസ്സിലാവില്ലേ? LDF-ന് മനസ്സിലാവില്ലേ? മന്ത്രിസഭയ്ക്ക് മനസ്സിലാവില്ലേ? അത് പറയാതെ അത്യന്തം സീക്രട്ടീവായി ഒരു എന്താണ് ഒരു രഹസ്യ ഓപ്പറേഷൻ പോലെ ധാരണാപത്രം ഉൾപ്പെടൽ എന്തിനായിരുന്നു ജെക്സി തോമസ്? ഒന്ന്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അങ്ങ് പറയുന്ന പകുതി കാര്യങ്ങൾ മാത്രമാണ് ക്ലിയറായി എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. ബാക്കി പലതും ഓഡിബിൾ അല്ല, ബ്ലർഡായിട്ടാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ ചോദ്യത്തിന്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ വിശദീകരണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി വിശദീകരിച്ചിട്ടും അതെന്തുകൊണ്ട് CPI-ക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ CPI-യെ മനസ്സിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃപദവി അലങ്കരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPI-ന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ രത്നച്ചുരുക്കമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. സ്വാഭാവികമായി ഇപ്പോൾ ഞാൻ ചർച്ചയുടെ പൂർണ്ണമായ ഭാഗം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ BJP നേതാവിന്റെ ചില പ്രതികരണങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണത്തെ കോട്ട് ചെയ്ത ചില വാചകങ്ങളും ഈ ചർച്ചയിൽ എനിക്ക് തൊട്ടു മുമ്പായി ഇവിടെ പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. ഞാനിപ്പോൾ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുകയല്ല. പക്ഷേ ഇത് സംബന്ധമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയുമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതീതി നിർമ്മാണം, ഒരു പൊതുബോധത്തിന്റെ ഒരു പരിച്ഛേദം എന്താണ്? കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യൻ വർഗീയതയാൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ സംഘപരിവാർ വൽക്കരണത്തിനെതിരെയുള്ള ഒരു പദ്ധതിയുടെ ഉപാധിയായി, ഒരു ഉപകരണമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന സർക്കാർ മാറുകയാണോ? ഇതൊരു പ്രബലമായ ചോദ്യമായി പല മാധ്യമ ചർച്ചകളിലും പല വാർത്തകളിലും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളുടെ മുമ്പിൽ ഫണം വിടർത്തുന്നുണ്ട്. ഈ കാര്യത്തിനകത്ത് നമ്മളുടെ മുമ്പിലെ അനുഭവം എന്താണ്? ഇപ്പോൾ ആങ്കർ എന്ന നിലയിൽ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ, കഴിഞ്ഞ 2022, 23, 23, 24, 24, 25 ഈ വിവിധ വർഷങ്ങളിൽ കേരളത്തിന് അനിതരസാധാരണമായ സാമ്പത്തിക യുദ്ധത്തെയാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായി അഭിമുഖീകരിക്കേണ്ടതായി വന്നത്. അതിൽ പെട്ടെന്ന് ഉദാഹരിച്ച് പറയാൻ കഴിയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ വിവിധ കേന്ദ്രങ്ങൾ, അതായത് നമ്മളുടെ നാട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രം, പിന്നീട് താലൂക്ക് ആശുപത്രി, ജില്ലാ ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ഇങ്ങനെയാണ് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ റഫറൽ സിസ്റ്റം അത് പ്രവർത്തിക്കുന്നത്. 13,000 കോടി രൂപയ്ക്ക് മേലെയാണ് കേരളത്തിന്റെ ആരോഗ്യ ബഡ്ജറ്റ്. പക്ഷേ ബ്രാൻഡിങ്ങിന്റെ പേരിൽ, അതായത് ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള 2 സ്കൂൾ വെച്ചിട്ടാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു 332 സ്കൂൾ പ്രൈം മിനിസ്റ്റർ ശ്രീ എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി മാറുമ്പോൾ സൃഷ്ടിക്കേണ്ട വരുന്ന ബ്രാൻഡിങ്, ആ ബ്രാൻഡിങ്ങിന്റെ പേരിൽ നമ്മളുടെ ഈ ആരോഗ്യ സംവിധാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഏതാണ്ട് 200-300 കോടി രൂപ തരാതെ പിടിച്ചു വെൽക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട് സ്വീകരിച്ചിരുന്ന ഒരു കാര്യം എന്താണ്? ഈ ബ്രാൻഡിങ്ങിന്റെ പേരിൽ എത്രയോ ആയിരക്കണക്കിന് കോടി രൂപ പ്രതിവർഷം കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ തന്നെ നല്ലൊരു ഭാഗം പ്രതിവർഷം നമ്മൾ ചെലവഴിച്ച് പടുത്തുയർത്തിയ
ഇന്ത്യക്ക് മുമ്പിൽ യൂറോപ്പിനോട് സമീകരിക്കാൻ പര്യാപ്തമാണ് എന്ന് പലരാലും നിർവചിക്കപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ആ സ്ഥാപനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ PM ആരോഗ്യമന്ത്രി എന്ന് എഴുതി വെക്കുന്നതിന് പകരമായി ഒരു 200 കോടി രൂപ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം സംഭവിക്കട്ടെ. ഇതായിരുന്നു നമ്മൾ സ്വീകരിച്ചിരുന്ന നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ഈ സഹകരണം, ഈ കോ ബ്രാൻഡിങ് ലൈഫ് മിഷനിലും ആരോഗ്യ മേഖലയിലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും കേരളം നടപ്പിലാക്കാൻ വിസമ്മതിച്ചിരുന്ന ഈ കോ ബ്രാൻഡിങ്ങിന്റെ മറവിൽ എന്ത് ചെയ്തു? അതിന്റെ ഭാഗമായി ലഭിക്കേണ്ട 2 കോടിയോ 1 കോടിയോ രൂപ റദ്ദ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് പകരം ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്തു? നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആരോഗ്യ പ്രവർത്തകർ, ലക്ഷത്തോളം ശമ്പളം പറ്റുന്ന താങ്കൾ ചോദ്യം കേൾക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ശരി, എന്റെ ചോദ്യം അതായത് നമുക്ക് അതിലേക്ക് എത്താം. പക്ഷെ എന്റെ ചോദ്യം അതായത്, എന്റെ ചോദ്യം താങ്കൾ ഈ പറഞ്ഞത് അത്രയും നമ്മുടെ ഗതികേടാണ്, നമുക്ക് ചെയ്യാൻ മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി ശിവൻകുട്ടി പറഞ്ഞു, നമ്മൾ ഈ NEP-ക്കെതിരായ എതിർപ്പും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടാനുള്ള കോടികൾ നഷ്ടമാകും. NEP-ക്ക് എന്താണ് കുഴപ്പം, NEP-ക്ക് എന്താണ് കുഴപ്പം എന്ന് എന്താണ് മന്ത്രി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നയത്തിൽ നിന്ന് നമ്മൾ പിന്മാറി, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശിവൻകുട്ടി തന്നെ പറയുന്ന പോലെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറുന്നു. ശ്രീ ജെയ്സി തോമസ്, ഈ കാലത്തിനനുസരിച്ചുള്ള നിലപാട് മാറ്റം, കാലത്തിനനുസരിച്ചുള്ള നയം മാറ്റം, സംഘപരിവാർ വിരുദ്ധ സമയങ്ങളുള്ള പിന്മാറ്റം, അത് CPI പറഞ്ഞാൽ CPIക്ക് മനസ്സിലാവില്ലേ? അത് മന്ത്രിസഭയിൽ പറഞ്ഞാൽ മന്ത്രിസഭയ്ക്ക് മനസ്സിലാവില്ലേ? ഇതൊന്നും പറയാതെ ഒരു കവേർട്ട് ഓപ്പറേഷൻ പോയി രഹസ്യാത്മകം നടത്തേണ്ട കാര്യം എന്തായിരുന്നു എന്ന ചോദ്യം. ജയ്ക്ക്. തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തെ 2 തവണ ആവർത്തിച്ചിട്ടാണ് ഞാനത് മറുപടിയിലേക്ക് കടന്നത്. അങ്ങയുടെ ചോദ്യത്തിന്റെ രത്നച്ചുരുക്കം അതായിരുന്നുവെങ്കിൽ അങ്ങേക്ക് തിരുത്താനുള്ള ഒരു അവസരം കൂടെ ആകുമെന്ന് കരുതിയിട്ടാണ് ഞാനത് ആവർത്തിച്ചത്. ഇരിക്കട്ടെ, അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങയുടെ ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം, ഈ സംഘപരിവാർ വിരുദ്ധ നിലപാട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ലക്ഷണമൊത്ത RSS ദംഷ്ട്രകൾ ഒളിച്ചു വെക്കപ്പെട്ട ഒരു പദ്ധതിയാണ് എന്ന നിലപാടിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ അതിന്റെ മുഖമായി പരിലസിക്കുന്ന മറ്റു ബഹുജന വർഗ സംഘടനകൾക്കോ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല, മാറ്റമില്ല. പദ്ധതി എങ്ങനെ നടപ്പിലാക്കും മുമ്പിൽ ഞാൻ ആലങ്കാരികമായി, ദാർശനികമായി, പ്രത്യശാസ്ത്ര സംബന്ധമായി ഒരു വാചകവും ഒരു പ്രസ്താവനയും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനോടകം കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി തന്നെ നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും കേരളം നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കാര പദ്ധതികളുടെ തെളിമയാർന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. PM ഉഷ പദ്ധതി, എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2022 പുറകിൽ കേരളം ഒപ്പുവെച്ചതാണ്. PM ഉഷ പദ്ധതിയെ സംബന്ധിച്ച് അന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? ഇതേപോലെ തന്നെ അതിൽ ഒളിച്ചു വെക്കപ്പെട്ട RSSന്റെ രാഷ്ട്രീയവൽക്കരണത്തിലുള്ള, സംഘപരിവാർവൽക്കരണത്തിലുള്ള ദംഷ്ട്രകൾ ഉണ്ടായിരുന്നു. പക്ഷേ കേരളം അതിനെ എങ്ങനെ നടപ്പിലാക്കി? കണ്ണൂർ, കേരള, കാലിക്കറ്റ് സർവകലാശാലകളടക്കം 100 കോടി വീതം, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ 405 കോടി രൂപ PM ഉഷ പദ്ധതി വഴി നമുക്ക് ലഭിച്ചു. അതിനെ സംബന്ധിച്ച് കേരള കൗമുദിയിലെ വാചകം എന്താണ്, വാർത്ത എന്താണ്? കേരളം ഒപ്പിട്ട് പണം വാങ്ങി, സിലബസും നയവും മാറ്റിയില്ല. അതായിരുന്നു നമ്മുടെ സമീപനം. ആങ്കറിന്റെ ശ്രദ്ധയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനും അല്പകാലം കൂടെ പുറകിലായിരുന്നു റൂസ പദ്ധതി. യൂണിയൻ ഗവൺമെന്റിന്റെ സമാനമായ പദ്ധതിയായിരുന്നു. റൂസയോട് കടുത്ത എതിർപ്പ് ഇടതുപക്ഷം ഇന്ത്യയിൽ പൊതുവിലും കേരളത്തിൽ പ്രത്യേകിച്ച് പുലർത്തിയിരുന്നു. ആ റൂസ പദ്ധതിയെ കേരളം വൈകി നമുക്ക് ഒപ്പിടേണ്ടതായി വന്നപ്പോൾ അതിൽ നമ്മുടെ സംഭാവനയായ പണം RSS നേതാക്കന്മാർ തറവാട്ടിൽ നിന്ന് കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, മലയാളിയും ഇന്ത്യക്കാരും കൊടുക്കുന്ന നികുതി പണത്തിന്റെ മലയാളിക്ക് അവകാശമുള്ള ഓഹരി, ആ പണം എങ്ങനെയാണ് നടപ്പിലാക്കിയത്? പദ്ധതി നടപ്പിലാക്കി RSS സംസ്ഥകളെ ഒഴിവാക്കി തന്നെ അത് നടപ്പിലാക്കി. താങ്കൾ പറയുന്നു CPM-ന് അതിൽ ഇപ്പോഴും വിയോജിപ്പില്ലെന്നേ. ശിവൻകുട്ടി നിലപാടിൽ നിന്ന് പിന്മാറി. ഈ പറഞ്ഞ NEP-ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. NEP-ക്ക് കുഴപ്പമുണ്ട്. താങ്കൾ കേൾക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഒന്നുകൂടെ ആ പ്രതികരണം പ്ലേ ആവും. ഈ NEP-ൽ എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEP-ൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു. ഞാൻ ചർച്ച ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു, എൻ്റെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു, ഞാൻ 2 പ്രാവശ്യം ചർച്ച ചെയ്തു. ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളതിൽ അവർ തയ്യാറായി വരാത്ത അവസരത്തിൽ നമുക്ക് കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടെ കേൾപ്പിക്കാവോ? നമ്മൾ ഇൻട്രോയുടെ തുടക്കത്തിൽ കേൾപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിന് ആപത്തുണ്ടാക്കുന്ന, രാജ്യത്തിന് നാശം വിതക്കുന്ന, ഭാവി തലമുറക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാവില്ല. അതേ നിലപാടാണ് SFI സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്.
ജെയ്സി തോമസ്, ഇത് ഒന്നോ രണ്ടോ മാസം മുമ്പ് SFIയുടെ ദേശീയ സമ്മേളനം കോഴിക്കോടാണെന്ന് എൻ്റെ ഓർമ്മ. ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാണ്, എൻ്റെ വാക്കുണ്ട് കേട്ടോ, ഈ പറയുന്ന RSS നയമാണ്, ഈ പറയുന്ന രാജ്യത്തിന് തന്നെ അപകടകരമാണ്, രാജ്യത്തിന് തന്നെ ഡേഞ്ചറാണ്, രാജ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, പുതിയ കുട്ടികളുടെ ചിന്തകളെ പൊല്യൂട്ട് ചെയ്ത് പുതിയ ചരിത്രം ഉണ്ടാക്കാനുള്ള നീക്കമാണെന്ന് ഏതാണ്ട് 2 മാസം മുമ്പാണ്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന റൂസായും താങ്കൾ ഈ പറയുന്ന ഉഷയൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ഇനി എനിക്ക് അങ്ങ് ഇടപെടാതെ കുറച്ച് സമയം അങ്ങ് ചോദ്യത്തിൽ ഉപയോഗിച്ച് അതേ സ്വാതന്ത്ര്യം അനുവദിച്ച് എനിക്ക് മറുപടി പറയാൻ അങ്ങ് അവസരം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ സ്വാതന്ത്ര്യം ഇരിക്കട്ടെ. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഉഷയുടെയും റൂസയുടെയും കാര്യമൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? അല്പ പരിഹാസത്തോടു കൂടിയാണ് പറഞ്ഞത്. ഉഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ PT ഉഷയെ കുറിച്ചല്ലല്ലോ. യൂണിയൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടും സഹായത്തോടും കൂടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. റൂസയും സമാനമാണ്. 40% സംസ്ഥാന വിഹിതം, 60% കേന്ദ്ര വിഹിതം. ഇതിനെക്കുറിച്ചൊന്നും CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് പിണറായിക്കും CPIMന്റെ സംസ്ഥാന നേതാവായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് V ശിവൻകുട്ടിക്കും അറിയില്ല എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ ആ ചോദ്യം അങ്ങേയറ്റം ബാലിശമാണ്. ഉദാഹരണങ്ങളുടെയും 2 മാസം മുമ്പ് പിണറായി വിജയൻ പറഞ്ഞതാണ് ഇത് നാടിന് അപകടമാണെന്ന്. 2 മാസങ്ങൾക്കിപ്പുറം ആ നയം താങ്കൾ പറഞ്ഞ റൂസയും ഉഷയുമായി മാറുന്നത് എങ്ങനെയാണെന്ന് ജയിക്ക് അപ്പൊ അറിയില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ അങ്ങയോട് വിനയപുരസരം തന്നെ അഭ്യർത്ഥിച്ചു. അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് കാണിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പാതിയിലൊന്ന് മറുപടി പറയാൻ തുടങ്ങുന്ന അവസരത്തിലെങ്കിലും അങ്ങയുടെ ചർച്ചയിൽ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ മര്യാദയോടുകൂടെ അങ്ങ് നൽകണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമതല്ല, രണ്ടാമതല്ല, മൂന്നാമതാണ് ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നത്. അങ്ങേക്ക് വീണ്ടും ഇടപെടാനാണെങ്കിൽ അങ്ങയുടെ സ്വാതന്ത്ര്യം. പക്ഷേ അത്തരം ചർച്ചകളിൽ നിന്ന് ദയവായി എന്നെ ഒഴിവാക്കി തരണമെന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്ക് അങ്ങയോടുണ്ട്. അങ്ങേക്ക് അറിയുന്നത് പോലെ വ്യക്തിപരമായി വിളിച്ചിട്ടല്ലല്ലോ നമ്മൾ ആരും വന്നിരിക്കുന്നത്. പാർട്ടി നിശ്ചയിച്ച പ്രകാരം പ്രതിനിധിയായിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. അത് അങ്ങേക്കറിയാം. ആ സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷം വിശേഷിച്ച CPIM സ്വീകരിക്കുന്നത്. ഇരിക്കട്ടെ, റൂസയെയും ഉഷയെയും ഒക്കെ സംബന്ധിച്ച് PM പ്രൈം മിനിസ്റ്റേഴ്സ് ഉഷ സ്കീമിനെ സംബന്ധിച്ചും റൂസ സ്കീമിനെ സംബന്ധിച്ചും പോളിറ്റ് ബ്യൂറോ മെമ്പർക്കും CPIMന്റെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാർക്കും അറിയില്ലേ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. ആ ചോദ്യം അടിസ്ഥാനമില്ലാത്തതാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പല കാര്യങ്ങളും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ലേ? ഇപ്പൊ വേണമെങ്കിൽ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. 4 വർഷ ബിരുദം എന്ത് പദ്ധതിയുടെ ഭാഗമാണ്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. ആ 4 വർഷ ബിരുദം ഏത് പദ്ധതിയുടെ ഭാഗമാണ്? അങ്ങ് ഇപ്പോൾ നമ്മളെല്ലാവരും വിമർശിക്കാറുള്ള ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സ്വീകാര്യമായതുണ്ട് RSS അജണ്ട തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ എന്തൊക്കെയാണ്? അത് സിലബസിലെ തെറ്റായ ചരിത്രവൽക്കരണമാണ്, RSSന്റെ സംഘപരിവാർ വൽക്കരണമാണ്. അതിൽ തന്നെ എന്തുണ്ട്? സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്നിട്ട് മലബാർ സമര സേനാനികളുടെ പേരു നീക്കം ചെയ്യുക, മുഗൾ രാജവംശത്തിന്റെ ചരിത്രം റദ്ദു ചെയ്യുക, ഗാന്ധി വധത്തെക്കുറിച്ച് പഠിപ്പിക്കാതിരിക്കുക. ആങ്കറുടെ പരിമിതമായ അറിവിൽ ആങ്കർ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ ഈ മുഗൾ രാജവംശത്തിന്റെ ചരിത്രം പഠിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കായി RSSനെ വെല്ലുവിളിച്ച് ഈ ചരിത്രം ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ പഠിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച ആ പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം വഴി RSS പറയുമ്പോൾ ആ മുഗൾ രാജവംശത്തിന്റെ ചരിത്രം പഠിക്കും, ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ പഠിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് പാഠ്യപദ്ധതി നമുക്ക് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ പണം വാങ്ങുകയും നയം നടപ്പാക്കാതിരിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് അങ്ങ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപ് ഇത് രാജ്യത്തിന് അപകടകരമാണെന്ന് പറയുന്നത്. 2 മാസങ്ങൾക്ക് ഇപ്പുറം അപകടകരമല്ലാതാവുന്നതും NEP നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നത് എങ്ങനെയാണെന്ന കാര്യമേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താൻ വിജയിക്കും. ഞാൻ രാജീവ് പേനാലേക്ക് എത്താം. ഞാനൊരു സാങ്കല്പിക ചോദ്യോത്തരത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എന്ന വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചല്ലോ, നിലവാരത്തിലാണ് ചർച്ച തുടർന്നതെങ്കിൽ അങ്ങ് ദയവായി എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്. താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു. ഇഷ്ടമുള്ള അവസരത്തിൽ അങ്ങേക്ക് തുടരാലോ. താങ്കൾ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞ സ്ഥാനം 7:15 താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു. മറുപടി പറയാൻ അവസരം താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു. താങ്കൾ സമയം മാറ്റി, താങ്കൾ വേറൊരു സ്ഥലത്തേക്ക് മാറി. അങ്ങനെ കാരണം ചർച്ചയുടെ പാറ്റേൺ പൊളിഞ്ഞു. പോട്ടെ, താങ്കൾ അങ്ങനെ വന്ന് താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു. ജെയ്സി തോമസ്, ചർച്ചയുടെ പാറ്റേൺ പൊളിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ 7 മണി to 8 മണി വരെയുള്ള സമയം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല ഞങ്ങൾ ആരും. ഞാൻ വരുന്ന വഴിക്ക് നിങ്ങളുടെ ചാനലിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ 6:10 ഞാൻ വിളിച്ചറിയിച്ചു എനിക്ക് എത്താൻ കഴിയുന്ന കേന്ദ്രം ഏതാണെന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ എന്തിനാണ് പഠിക്കുന്നത്? താങ്കൾ പഠിച്ചതല്ല, ഞാൻ ഇടപെട്ടു. താങ്കൾ പറഞ്ഞു, താങ്കൾ സമയമെടുത്ത് പറഞ്ഞു, താങ്കൾ എടുത്ത് നോക്കിയാൽ മതി. താങ്കൾ സമയമെടുത്ത് പറഞ്ഞു, ഞാൻ ഇടപെട്ടെങ്കിലും ജയിക്ക് ഞാൻ അങ്ങനെയൊക്കെ എത്തും. അത് അങ്ങയുടെ വിശകലനമല്ലേ? അതിരിക്കട്ടെ. എന്നാൽ അങ്ങ് പറയൂ, 2 മാസം മുമ്പ് രാജ്യത്തിന് അപകടകരമായ പദ്ധതി 2 മാസങ്ങൾക്ക് ഇപ്പുറം അപകടമില്ലാത്തതാവുന്നത് എങ്ങനെയാണ് ജയിക്ക്?
ഇതിനകത്ത് അപകടം ഇല്ലാതാകുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ CPIM ഇടതുപക്ഷമോ ഉയർത്തിപ്പിടിച്ച നിലപാടിൽ തരുമ്പും ഞങ്ങൾ വെള്ളം ചേർക്കുന്നു എന്നൊരു അന്തരീക്ഷമുണ്ടോ? ഇവിടെ സൂചിപ്പിച്ചത് എന്താണ്? NEP-യുടെ ഏറ്റവും ദൂഷ്യവശങ്ങൾ എന്താണ്? ആ ദൂഷ്യവശങ്ങളാണ് മുമ്പ് സൂചിപ്പിച്ചത്. തൊട്ട് അറിയാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ അവിടെയാണ്. മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഒഴിവാക്കും, ഗാന്ധി വധത്തിന്റെ ചരിത്രം ഒഴിവാക്കും, അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ സമര സേനാനികളുടെ പേര് വെട്ടിക്കളയും. ഇത്യാദിയാണ് NEP ആവിഷ്കരിക്കാൻ യൂണിയൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ആ യൂണിയൻ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ മുമ്പിൽ ശിരസ് കുനിക്കില്ല എന്ന് മാത്രമല്ല, യൂണിയൻ ഗവൺമെന്റ് NEP വഴി പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച പാഠഭാഗങ്ങൾ ഇതേ പണം സ്വീകരിച്ച്, ഞാൻ ആവർത്തിക്കുന്നു, ഔദാര്യമല്ല, മലയാളികളുടെ നികുതി പണമായിട്ടുള്ള വിയർപ്പുപ്പിന്റെ ഓഹരി അവകാശത്തോടെ സ്വീകരിച്ച് RSS പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന ഗാന്ധിവധവും, RSS പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന മുഗൾ രാജവംശത്തിന്റെ ചരിത്രവും, RSS പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ മലബാർ സേനാനികളുടെ പങ്കും, ഇതൊക്കെ അഡീഷണൽ ടെക്സ്റ്റായി അച്ചടിച്ച് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. അപ്പോഴെന്താണ് ആ NEP-യുടെ ദൂഷ്യവശങ്ങളെ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിർത്തിയിട്ട് അതിവിടെ നടപ്പിലാക്കും, ആ പണം സ്വീകരിക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ 2 മാസം മുമ്പ് പറഞ്ഞ പ്രസംഗത്തെ എടുത്തു ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോഴതിന്റെ വിഷലിപ്തത ഇല്ലാതായോ, ഇപ്പോഴത് കുറ്റമറ്റതായോ? ഞങ്ങൾക്ക് അങ്ങനെയല്ല. ആ സമയത്തും ഈ സമയത്തും അഭിപ്രായത്തിൽ മാറ്റമില്ല. പക്ഷെ നടപ്പിലാക്കുന്നതിൽ കേരളത്തിന് മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യൻ അനുഭവത്തിന് മുമ്പിൽ കേരളം സാക്ഷ്യപ്പെടുത്തിയ അതിന്റെ ട്രാക്ക് റെക്കോർഡുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് നടപ്പിലാക്കുന്നത് ഇങ്ങനെയായിരിക്കും. അല്ലാതെ NEP എന്ന് കേട്ടുമ്പോൾ ഓടിപ്പോയി ഒപ്പിട്ട രാജസ്ഥാന്റെയും ഛത്തീസ്ഗഡിന്റെയും കർണാടകയുടെയും തെലങ്കാനയുടെയും മാതൃകയല്ല കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിക്കുക, അതിലാണ് നയിക്കപ്പെടുന്ന കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുക. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 2 മാസം മുമ്പ് NEP ഭീകരമാണ്, NEP-യിൽ കൂടി ഗോഡ്സെയെ ഗ്ലോറിഫൈ ചെയ്യും, NEP കൂടെ ഗോഡ്സെ സവർക്കറെ ഗ്ലോറിഫൈ ചെയ്യും എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി 2 മാസങ്ങൾക്ക് ഇപ്പുറം എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യാതെ NEP നടപ്പാക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ട് അതെൻ്റെ കഴിവുകേടായിരിക്കാം. ഞാനൊരു സാങ്കല്പിക ചോദ്യോത്തരത്തിലേക്ക് പോകുന്നു. ധനമന്ത്രി KN ബാലഗോപാലിനോടാണ് ചോദ്യങ്ങൾ. ഇപ്പോൾ മന്ത്രി വീശും കൂടി NEP-യുടെ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ബാലഗോപാലല്ല, കുറച്ച് വർഷം മുൻപുള്ള ബാലഗോപാലിനോടാണ്. ഒരു ടൈം ട്രാവൽ ലൈവൊന്നുമല്ല, ഉത്തരങ്ങൾ നൽകുന്ന CPM വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന ആ വീഡിയോ ആണ്. കാര്യങ്ങൾ കൃത്യമായി പഠിച്ചും സംസാരിക്കുന്ന ശ്രീ KN ബാലഗോപാൽ, യഥാർത്ഥത്തിൽ എന്താണ് NEP അഥവാ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രശ്നം? BJP ഗവൺമെൻറ്റിൻ്റെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർക്ക്, നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിനാകെ, രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാകെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപകടകരമായ പല പ്രവണതകളുമുള്ള, സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും സാധാരണ ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചും സ്വന്തം മക്കളുടെ പഠിത്തം, അവരുടെ ഭാവി വലിയ തോതിൽ അപകടത്തിലാവുന്ന ഒരു നിർദ്ദേശമാണ് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റുന്നു എന്ന ആ പ്രയോഗം തന്നെ പറയാവുന്നതാണ്. ഒന്നുകൂടി നിലാബറേറ്റ് ചെയ്ത് പറയാമോ ശ്രീ ബാലഗോപാൽ ആ പ്രശ്നങ്ങൾ? സ്കൂൾ വിദ്യാഭ്യാസം മുതൽ കോളേജ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള സ്ഥാപനങ്ങളെയും അതിൻ്റെ ഭരണവ്യവസ്ഥയെയും അവിടെ ഭാഷയെയും അവിടുത്തെ പഠിപ്പിക്കുന്ന സിലബസിനെയും അധ്യാപകരുടെ നിയമത്തിനെയും വിദ്യാർത്ഥികളുടെ അഡ്മിഷനെ അടക്കം ബാധിക്കുന്ന വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ അവകാശങ്ങളെ എല്ലാം തുരങ്കം വെക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ അവകാശവും കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന് തീരുമാനിക്കുന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. സിലബസ് മാറ്റൽ ഈ നയത്തിൻ്റെ ഭാഗമാണോ ശ്രീ KN ബാലഗോപാൽ? ഇന്നുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഘടന മാറ്റുന്ന സ്വഭാവം അത് ഒന്ന് ചെലവേറിയതാക്കും. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ സിലബസ് മുഴുവൻ ലോകത്തിൻ്റെ ഏറ്റവും പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പ്രാദേശികമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തി മോണോലിത്തിക് എന്ന് പറയുന്ന ഏകശിലാഘടന, ഇതെല്ലാം ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസ പണ്ഡിതന്മാർ മാത്രം തീരുമാനിക്കുന്ന ഒരു രീതി ഇന്ത്യ മൊത്തമാക്കും. ഇന്ത്യയിലെ സർവകലാശാലകളും സ്കൂളുകളും എല്ലാം ഒരേപോലെ അവിടുന്ന് ചിന്തിക്കുന്ന പോലെ ആക്കും. ആ സിലബസ് മാറ്റം എങ്ങനെയാണ് ഒന്നുകൂടി ഉദാഹരണ സഹിതം പറയാമോ? BJP-യുടെ ലക്ഷ്യം തന്നെ 1 India 1 ടാക്സ്, 1 India 1 ലാംഗ്വേജ്, 1 India 1 പൊളിറ്റിക്കൽ പാർട്ടി എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്, 1 India 1 ലീഡർ എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അവർ തുറന്നു പറയുന്നതാണ്. ഒറ്റ സംസ്കാരം, ഒരു 1 India 1 കൾച്ചർ വിദ്യാഭ്യാസത്തിനകത്തും അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം നമുക്കറിയാം അവർ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസമല്ല. നമ്മുടെ പല സംസ്ഥാനങ്ങളിലും, ഗുജറാത്തിലും ഹരിയാനയിലും അതുപോലെ അവർക്ക് അധികാരം കിട്ടിയ രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ സിലബസ് തന്നെ എത്ര തെറ്റായിട്ടാണ് പഠിപ്പിച്ചതെന്ന് നമുക്കറിയാം. സിലബസ് തന്നെ പുതിയ വിദ്യാർത്ഥികളെ അവരുടെ മസ്തിഷ്കം മാറ്റുന്ന, അവരുടെ ബുദ്ധിയിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൊടുക്കുന്ന തരത്തിലേക്കുള്ള സിലബസിൽ തന്നെ പല കാര്യങ്ങളും വന്നു. ഉദാഹരണത്തിന്
പുഷ്പക വിമാനം ഉണ്ടായിരുന്നു, അതിൻ്റെ എങ്ങനെയാണ് പുഷ്പക വിമാനം പണ്ട് പുരാണത്തിൽ പറത്തിയിരുന്നത്, എങ്ങനെയാണ് ഗാന്ധാരിയുടെ കാലത്ത് 100 വരെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ സാങ്കേതികവിദ്യ അന്നുണ്ടായിരുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന അന്ധവിശ്വാസം പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ചിലയിടത്തുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ഇപ്പോൾ ഇവർ പറയുന്നു ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുതിയൊരു സമ്പ്രദായം കൊണ്ടുവന്നു. അത് ഇതുവരെയുള്ള സമ്പ്രദായമല്ല. നേരത്തെ 10+2, അതിനുശേഷം 3 വർഷം ഡിഗ്രി, 2 വർഷം PG, MPhil, PhD ഇങ്ങനെ ചോദിക്കുന്നില്ല. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആ വിശാലമായ വിശദമായ വീഡിയോ CPM വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. എന്താണ് കുഴപ്പം എന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് യഥാർത്ഥത്തിൽ അറിയില്ലെങ്കിൽ ഈ പറയുന്ന ആ വീഡിയോ ഒന്ന് കണ്ടാൽ വളരെ കൃത്യം, വളരെ വളരെ ആഴത്തിൽ പഠിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ആ പ്രശ്നങ്ങളാണല്ലോ 2 മാസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് രാജ്യത്തിന് അപകടകരമാണ്, ഇത് ഗോഡ്സെ ഗ്ലോറിഫൈ ചെയ്യലാണ്, ഇതാകെ പ്രശ്നം, അതുകൊണ്ട് SFI സഖാക്കളെ നിങ്ങൾ എതിർക്കണം, നിങ്ങൾ ഇതിനെ സമരം ചെയ്ത് തോപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആ വഴിയെ പോകുന്നത്. രാജു പി നായർ, അപ്പോൾ ഇതൊന്നും ആർക്കും അറിയാത്തതല്ല. ഈ ദേശീയ NEP ഇപ്പം അതിൻ്റെ MOUയുടെ ആദ്യ പോയിന്റിൽ തന്നെ പറയുന്നുണ്ട് NEP നടപ്പാക്കുന്ന ഷോക്കേസ് തന്നെയാണ് ഈ PMC പദ്ധതി. അതുകൊണ്ട് NEP പദ്ധതിയുടെ പ്രശ്നങ്ങൾ നമുക്കറിയാത്തതല്ല, അതറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ നമ്മളൊരു തന്ത്രം കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണം വാങ്ങിയെടുക്കും, ഈ നയവും നടപ്പാക്കില്ല. രാജു പി നായർ. ഹാഷ്മി, ബഹുമാനപ്പെട്ട CPMന്റെ പ്രതിനിധി നമ്മളുടെയൊക്കെ ചോദ്യങ്ങളെക്കാൾ, ഹാഷ്മിയുടെ പോലും ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഈ ചർച്ചയിൽ ഇരുന്ന് മറുപടി പറയേണ്ടത് ശിവൻകുട്ടിയുടെ ചോദ്യത്തിനാണ്, മന്ത്രി ശിവൻകുട്ടിയുടെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താണ് കുഴപ്പം? ശ്രീ ജെയ്സി തോമസ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞത് മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് കുഴപ്പങ്ങളുണ്ട്, പക്ഷെ പണമില്ലാത്തതുകൊണ്ട് ആ പണത്തിന് വേണ്ടി ഞങ്ങൾ വഴങ്ങുന്നു, ഞങ്ങൾ മാപ്പിരുന്ന് ഞങ്ങൾ അതിന് ഒപ്പിടുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. കാരണം പണം കിട്ടിയാൽ എന്തും ചെയ്യാം, പണത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്നുള്ളതാണ് പുതിയ CPMന്റെ നയം. അതിരിക്കട്ടെ. പക്ഷേ വി ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം? അദ്ദേഹം ആദ്യം പറഞ്ഞതെല്ലാം അതിന് ഘടകവിരുദ്ധമാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് കുഴപ്പമെങ്കിൽ ശിവൻകുട്ടിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയേണ്ടി വരും. ഒന്ന്. രണ്ടാമതൊരു കാര്യം, എനിക്ക് അദ്ദേഹത്തോട് അറിയാനുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, എന്നാണ് ഈ MOU ഒപ്പിട്ടത്? ഞങ്ങൾക്ക് അതെങ്കിലും അറിയാനുള്ള സാമാന്യമായ ഒരു അവകാശമുണ്ടല്ലോ. എന്നാണ് ഈ MOU ഒപ്പിട്ടത്? അങ്ങ് നേരെ പറയും എന്നാണ് കരുതുന്നത്. നമ്മുടെ ഒരു അനുമാനത്തിൽ പറയാം, ഒക്ടോബർ 17 നമ്മളിപ്പോൾ പുറത്ത് അറിയുന്ന വിവരങ്ങൾ, അത് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നതാണ്, ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒക്ടോബർ 17 ഒക്ടോബർ 17 എന്ന് പറയുമ്പോൾ ശരി. അപ്പൊ ഏകദേശം 10-12 ദിവസം കഴിഞ്ഞു അല്ലേ? അപ്പോൾ 2 മാസത്തിന് മുമ്പാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയത്. എങ്ങനെ? ദേശീയ വിദ്യാഭ്യാസ നയം മൊത്തം കുഴപ്പമാണ് എന്നുള്ള പ്രശ്നം പറഞ്ഞത് 2 മാസത്തിന് മുമ്പാണ്. അപ്പോൾ ഈ ഒപ്പിട്ടത് കഴിഞ്ഞിട്ട് 12 ദിവസം ഇപ്പം കഴിഞ്ഞു. അപ്പോൾ ഈ 12 ദിവസം കൂടി കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 മാസത്തിനടുത്താണ് ഈ മുഖ്യമന്ത്രി നേരത്തെ പ്രസ്താവന നടത്തിയത്. ഒരു സംസ്ഥാന ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇത്രമാത്രം വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉള്ള നയംമാറ്റമുള്ള ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പിടുമ്പോൾ എന്തായാലും 10 ദിവസം മുമ്പ് ചർച്ച നടത്തിയിട്ടല്ലല്ലോ ഇത് ഒപ്പിടുക. മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നു, ഉദ്യോഗസ്ഥലത്തിൽ ചർച്ച നടത്തി, ഞാൻ ചർച്ച നടത്തി, പലതരത്തിൽ ചർച്ച നടത്തി, ഇല്ലേ? അപ്പം മുഖ്യമന്ത്രി ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ? ഈ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഈ ഇതിൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ പല പ്രാവശ്യം സംസാരിച്ചു, ഞാൻ സംസാരിച്ചു, അതിനുശേഷമാണ് ഒപ്പിട്ടത്. അപ്പോൾ പലതരത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തോട് വന്ന് കല്ലുവെച്ച നുണ പറഞ്ഞ നുണയനല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അതോ വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ പറ്റിച്ചോ, പിണറായി വിജയനെ പറ്റിച്ചോ? ഞങ്ങളൊക്കെ എപ്പോഴും പറയേണ്ട അങ്ങേർക്ക് ഈ ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ മറ്റെന്തൊക്കെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക, പല സ്ഥലത്ത് ഓടി നടക്കുക, ഇടയ്ക്ക് വന്ന് കുറെ തള്ളുക എന്നുള്ളതിനപ്പുറം ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിക്കാറുണ്ട്. കാരണം പലപ്പോഴും നടപടികൾ അങ്ങനെയാണ് കാണുന്നത്. വി ശിവൻകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിച്ചോ ജയിക്കാൻ? അതല്ലെങ്കിൽ പിണറായി വിജയൻ അറിഞ്ഞിട്ടാണ് ഈ 2 മാസം മുമ്പ് ഈ നാടിനോട് ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞു മറുപടി പറയുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഞാൻ അങ്ങില്ലാത്ത ഒക്ടോബർ 14 ഇത് പറയുന്നത് 2 മാസം മുമ്പല്ലേ? ഏകദേശം 1.5 മാസം മുമ്പല്ലേ? 2-3 മാസം മുമ്പല്ലേ? 2 മാസം മുമ്പ് അപകടകരമായി. ഒക്ടോബർ 14 അപ്പോഴാണ് ഉഷയും റൂസയും നമ്മൾ നോക്കിയത്, വായിച്ചത്. നമുക്കപ്പോ കാണാച്ചരട് കാണാതെ നടപ്പാക്കാൻ ബോധ്യം ഉണ്ടായി 2 മാസം കൊണ്ട്. എന്താ കുഴപ്പം? അല്ല ഹാഷ്മി ഉദ്ദേശിക്കുന്ന ഒക്ടോബർ 14 രാവിലത്തെ ഫ്ലൈറ്റ് പിടിച്ച് ഇവരെല്ലാം കൂടി പോയി മാരത്തോൺ ചർച്ച നടത്തി ഒപ്പിട്ടതാണോ? മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ അങ്ങനെയല്ല, പല ഘട്ടങ്ങളിലായിട്ട് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി, ഞാൻ തന്നെ 2 തവണ ചർച്ച നടത്തി, അതെല്ലാം കഴിഞ്ഞാണ് ഒപ്പിട്ടത് എന്നല്ലേ പറഞ്ഞത്?
അപ്പോൾ പലതവണ ഉദ്യോഗസ്ഥരും മന്ത്രിയൊക്കെ നടത്തിയത് ഈ ഒരു 2 മാസം നടക്കുന്നതാണോ ഹാഷ്മി വിശ്വസിക്കുന്നത്? ഹാഷ്മി അത്രമാത്രം നിഷ്കളങ്കനാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഹാഷ്മിക്ക് അത്രയും നിഷ്കളങ്കത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ പണിക്ക് പറ്റിയതാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടാവും. അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ അത്ര നിഷ്കളങ്കനല്ല. അതുകൊണ്ട് ഇത് പിണറായി വിജയൻ ഈ നാടിനോട് കള്ളം പറയുന്ന സമയത്ത് ഇതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. 4ാമത്തെ കാര്യം, ഈ പറയുന്ന ഒക്ടോബർ 16 ഒപ്പിട്ടതിന് ശേഷം ആ MA ബേബിയെ വിളിച്ചൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ ഒപ്പിട്ടു, ഇനി ആവശ്യമില്ലാത്തതൊന്നും പറയരുത്, വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് പണമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല, പൈസയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് പ്രശ്നം, അതുകൊണ്ട് ദയവ് സഖാവെ ഇനി ഒന്നും പറയരുത്, ഞങ്ങൾ ഒപ്പിട്ടു എന്നൊന്നും പറയുന്നില്ലേ? എന്തിനാ ജയിക്കുക അങ്ങനെ ഒരു കോമാളിയാക്കിയത്? ഞങ്ങളൊക്കെ ആരോപണം ഉന്നയിക്കാറുണ്ട് ഈ പാർട്ടി തിരുവനന്തപുരത്ത് നിന്ന് നിയന്ത്രിക്കുന്ന സംവിധാനമായി മാറിക്കഴിഞ്ഞു ഞങ്ങൾ പറയാറുണ്ട്. അത് അക്ഷരപ്രതി ശരിവെക്കുകയല്ലേ? MA ബേബി എന്താ 2 ദിവസം മുമ്പ് ഈ നാടിനോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അങ്ങേര് എന്തിനാ ജയിക്കുക കോമാളിയാക്കിയത്? ഞങ്ങളെയൊക്കെ കോമാളികളാക്കി. അത് പോട്ടെ, നിങ്ങളുടെ രീതി അതാണ്. BJPയുടെ അതേ രീതിയല്ലേ NEPയെ സംബന്ധിച്ച് എന്ത് ഡെലിബറേഷൻസ് നടന്നിട്ടാ NEP ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഒരു തരത്തിലുള്ള ഡെലിബറേഷൻ നടക്കാണ്ട് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചു. പിണറായി വിജയൻ ഏകപക്ഷീയമായി NEP ഇന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളുടെയും കാര്യം പറഞ്ഞോ, നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ മൂടി വെച്ചുകൊണ്ട് കള്ളത്തരം കാണിച്ച് NEP ഒപ്പിട്ടിട്ടില്ല, PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ടില്ല. പണം ഈ പണം ഞാൻ CPIയോട് ചർച്ച നടത്തിയ CPI എതിർക്കും. അതാണ് പ്രശ്നം ഹാഷ്മി, അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് RSSുമായിട്ടുള്ള സന്ധിയുടെ ഭാഗമായി RSS വെച്ച് BJP ഒന്നല്ല RSS വെച്ചിരിക്കുന്ന നിബന്ധനകൾ, ആ നിബന്ധനകൾ കേരളം പാലിച്ചുകൊണ്ടിരിക്കുക. ഈ മകൾക്കെതിരെയും മകനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ എല്ലാ അഴിമതിയും മറച്ചു വെക്കുന്നതിന് വേണ്ടി കേരളത്തിലെ BJPയുടെ പ്ലാൻ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ RSSന്റെ പദ്ധതി നടപ്പാക്കുക. ഹാഷ്മി ഒന്നുകൂടി എഴുതി വെച്ചോ, വേണമെങ്കിൽ നിങ്ങളുടെ RKFC സേവ് ചെയ്ത് വെച്ചോ. 2026 തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാവില്ല 100% ഞങ്ങൾക്കറിയാം. 100 സീറ്റോടെ UDF അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. പക്ഷെ സാങ്കല്പിക രംഗം പറയുകയാണ്, ഏതെങ്കിലും കാരണവശാൽ കേരളത്തിൽ ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ CPMന്റെ സീറ്റുകൾ കൊണ്ട് BJPക്ക് കേരളം ഭരിക്കാൻ കഴിയും. അല്ലെങ്കിൽ തിരിച്ചും ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ CPI ഒഴിവാക്കി BJPയും CPMും സഖ്യകക്ഷികളാവും. ഒരു സംശയവും വേണ്ട. BJPയും CPMും സഖ്യകക്ഷികളായി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഇന്ന് കേരളത്തിലെ വഞ്ചിച്ചുകൊണ്ട് CPM രാഷ്ട്രീയമായി RSSന് വഴങ്ങിയിരിക്കുകയാണ്, BJPക്കല്ല. ഞാൻ പണ്ട് മന്ത്രി V ശിവൻകുട്ടി MG കോളേജിൽ ABVPക്കെതിരെ നടത്തിയ വലിയ പോരാട്ടങ്ങൾ ഒക്കെ പറഞ്ഞൊരു ഇൻട്രോ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഒന്ന് കേട്ടു, എനിക്കങ്ങ് എന്തോ പോലെ തോന്നുന്നു. കാര്യം ABVP കൊണ്ട് മംഗളപത്രം കൊടുക്കുന്നു, മന്ത്രി അത് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാഴ്ച ബാക്കി ആരെപ്പറ്റിക്കും ഞാൻ മന്ത്രി V ശിവൻകുട്ടി കരുതിയിരുന്നില്ല. പോട്ടെ, അതെൻ്റെ നമ്മുടെ വിശ്വാസ തകർച്ച. ഇതിൻ്റെ ഇവിടെ നമ്മൾ കേന്ദ്രത്തിൻ്റെ കാശ് വാങ്ങിയെടുക്കും, പക്ഷേ ഈ പറയുന്ന ഒരു ഗോഡ്സെയും പഠിപ്പിക്കില്ല, ഒരു സവർക്കറേയും പഠിപ്പിക്കില്ല. റൂസയും ഉഷയുമാണ് സാക്ഷ്യം. ജിതിൻ്റെ ഹാഷ്മിയുടെ ആദ്യം പറഞ്ഞ കാര്യത്തിന് അങ്ങേക്ക് ലജ്ജൊന്നും പറഞ്ഞില്ലേ? ശിവൻകുട്ടിയല്ല, VV ശിവൻകുട്ടിയാണ്. വൈകി വിവേകം വന്ന ശിവൻകുട്ടിയാണ്. അത് പോട്ടെ. പിന്നെ ജയ്ക്ക് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണപരമായ കാര്യമാണ്. ഈ PM റൂസയും PM ഉഷയൊക്കെ സൈൻ ചെയ്തത് ഈ പറയുന്ന MOU എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. എന്നിട്ടാണ് 400 കോടി രൂപ വാങ്ങിയെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സ്വകാര്യ മേഖലയിൽ, അതായത് എയ്ഡഡ് കോളേജുകൾക്ക് ഉൾപ്പെടെ ധാരാളം പൈസ ഈ പദ്ധതി പ്രകാരം കിട്ടിയിട്ടുണ്ട്. അത് ജയ്ക്ക് പറഞ്ഞത് തെറ്റാണ്. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ സൈൻ ചെയ്ത് പറ്റിക്കാൻ ശ്രമിച്ച ഒരു സാധനം NSQF ആണ്. ആ NSQFൽ നൈപുണ്യ പാഠ്യപദ്ധതി, ഇവരുടെ ഭാഷയിൽ പറഞ്ഞു, ആ നൈപുണ്യ പാഠ്യപദ്ധതിയിൽ ഇവർ VHSE സ്കൂളുകളെ മാത്രം ആദ്യം, എനിക്ക് 150 സ്കൂളുകളെ മാത്രം ആദ്യം കയറ്റി ഒരു പറ്റീര് നടത്തിയ സമയത്ത് കൃത്യമായിട്ട് സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി പറഞ്ഞു അത് നടക്കില്ല, 5+3+3+4 എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വന്നേ പറ്റൂ. അതുകൊണ്ട് അതിന്റെ പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടുള്ളതാണ് എന്റെ വിശ്വാസം. രണ്ടാമത്, ഇവിടെ ഹാഷ്മി ചില സാങ്കല്പിക ചോദ്യങ്ങൾ ശ്രീ KN ബാലഗോപാലിനോട് ചോദിച്ചത് ഞാൻ കേട്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതിനെ എതിർക്കാനുള്ള ഒരു കാര്യം, ഹാഷ്മിയുടെ ഭാഷയിൽ പറഞ്ഞ അപകടകരമായ പദ്ധതി എതിർക്കാനുള്ള കാര്യം 1 India 1 ലാംഗ്വേജ് BJPയുടെ തന്ത്രമാണ്, അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹാഷ്മി ഇതിന്റെ ആദ്യത്തെ 5 വർഷം
ബാലഗോപാൽ 4 വർഷം മുമ്പ് പറഞ്ഞത് വീഡിയോ പഴയ നിലപാട് പഴയ നിലപാട് പണ്ടാണ് അതിപ്പോ മാറിയിട്ടുണ്ടാവും. ഇവരുടെ നിലപാട് തന്നെയല്ലേ ഹാഷ്മി? ആദ്യം എതിർക്കും പിന്നെ അംഗീകരിക്കും. കമ്പ്യൂട്ടറിന്റെ കാലം കമ്പ്യൂട്ടറിന്റെ കാലം പോലെ നമുക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഫണ്ടമെന്റൽ സ്റ്റേജിൽ പഠിക്കുന്നത് മദർ ടങ്ക് തന്നെയാണ്. പിന്നെ പറഞ്ഞു മുഗളന്മാരുടെ ചരിത്രം ഒഴിവാക്കി എന്നുള്ളൊരു വാദം. നോക്കൂ ഹാഷ്മി, മുഗളന്മാരുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഹാഷ്മിയും ഞാനും ഒക്കെ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ച ആൾക്കാരാണ്. 1526 പാനിപ്പട്ട് യുദ്ധം ഒരു ചെറിയ പാരഗ്രാഫാണ് സാമൂഹ്യ പഠന പുസ്തകത്തിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഉണ്ടായിരുന്നത്. 1741 കൊളച്ചൽ യുദ്ധം ഒരു ചെറിയ കുഞ്ഞു പാരഗ്രാഫാണ്. മുഗളന്മാരെ വർണ്ണിക്കുന്നതിന്റെ അത്ര പോലും അതിന്റെ 10-1 പോലും ഇല്ലാത്ത കുഞ്ഞു പാരഗ്രാഫ്. അതല്ല ഹാഷ്മി പഠിക്കേണ്ട കുട്ടികൾ. 1526 പാനിപ്പട്ട് യുദ്ധത്തെ സമയത്ത് ഇവിടെ ചെറുത്ത് നിന്ന എബ്രഹാം ലോധിയെ പറ്റി പഠിക്കണം ഹാഷ്മി കുട്ടികൾ. അന്ന് ജീവൻ കൊടുത്ത 10,000-കണക്കിന് ഇന്ത്യൻ മുസ്ലിങ്ങളെ പറ്റി പഠിക്കണം കുട്ടികൾ ഹാഷ്മി. അതിന് ആർക്കാ തർക്കമുള്ളത്? പിന്നെ പറഞ്ഞ പുഷ്പവിമാനോ എന്തൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ഈ പുഷ്പവിമാനവും ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ അനുരാഗ് താക്കൂർ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ പോയി ചോദിച്ചു ആരാണ് വിമാനം കണ്ടുപിടിച്ചത്. കുട്ടികൾ പറഞ്ഞു റൈറ്റ് സഹോദരന്മാർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഹനുമാൻ എന്നൊക്കെ പറയുന്ന സാധനം പഠിപ്പിക്കില്ലെന്നാ പറയുന്നത്. അതായത് നമ്മൾ പൈസ മേടിച്ചെടുക്കും, നമ്മൾ പൈസ മേടിച്ചെടുക്കും. പക്ഷേ റൂസയും ഉഷയും പോലെ നമ്മൾ ഇതൊന്നും പഠിപ്പിക്കില്ല. വെറുതെ പറയാണ്. അതൊക്കെ ജയിക്കിന്റെ രാഷ്ട്രീയ നമ്മൾ കേന്ദ്രത്തെ പറ്റിക്കും, ഒന്നും പഠിപ്പിക്കില്ല. പൈസ മേടിച്ചെടുക്കും, നമ്മൾ പറ്റിക്കും. ഏതെങ്കിലും ഒരു ബുക്കിൽ പുഷ്പവിമാനത്തിൽ സയൻസ് പുസ്തകത്തിൽ പഠിപ്പിക്കും. ഞാൻ പറയട്ടെ ഹാഷ്മി, NCERT-യുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പുഷ്പക വിമാനം സയൻസ് പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടില്ലേ പുഷ്പക വിമാനത്തെ പറ്റി? രാമായണം പഠിച്ചിട്ടില്ലേ? രാമായണത്തിൽ പുഷ്പക വിമാനത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ ഗാന്ധാരിയെ പറ്റി പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ എവിടെയൊക്കെയാണ്? നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജസിൽ പഠിക്കാറുണ്ട്. ചിലപ്പം രാമായണം കുറച്ചുകൂടെ കടന്ന് മോറൽ സയൻസിൽ നമ്മൾ രാമായണത്തിന്റെ ട്രൂത്തും സത്യവും ധർമ്മവും ഒക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അല്ലാതെ ഇതൊക്കെ ഇവർ വെറുതെ പറയുകയാണ്. പിന്നെ പുഷ്പക വിമാനം പന്തളത്തുകാരനായ ഹാഷ്മി വിശ്വസിക്കുന്നില്ലേ അയ്യപ്പൻ പുലിപ്പാലുമായിട്ട് പുലിപ്പുറത്ത് വന്നു? ഹാഷ്മി കളിയാക്കി ഇപ്പൊ ചിരിക്കുവോ? ഒരിക്കലും ചിരിക്കില്ല. കാരണം ഹാഷ്മിക്ക് അറിയാം ഇതൊക്കെ ഭഗവാനെ സംബന്ധിച്ച് പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സയൻസിലില്ല. അതുകൊണ്ട് ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. ഹാഷ്മി സൈൻ ചെയ്യാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് ഇടപെടൽ ആര് പഠിപ്പിക്കാൻ വരുന്നു ഹാഷ്മി? ഓക്കെ ഓക്കെ, ആര് പഠിപ്പിക്കാൻ ശരി, നല്ല കാര്യം. പഠിപ്പിക്കാൻ വരുന്നു ഹാഷ്മി? അപ്പൊ എന്തുകൊണ്ടാണ് അപകടകരമായതെന്നും എന്തുകൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിക്കുമെന്നും ബാലഗോപാൽ പറയുന്നത് അവർ പറയട്ടെ. ഇവർ വളച്ചൊടിച്ച ഈ കോൺഗ്രസ് ഭരണകൂടം വളച്ചൊടിച്ച സത്യങ്ങൾ, വളച്ചൊടിച്ച ചരിത്രം അത് തിരുത്തപ്പെടേണ്ടതാണ് ഹാഷ്മി. 1, 2, 3 വ്യക്തികളിലേക്ക് മാത്രം. അതാണ് 2 മാസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ കൂടിയിരുന്ന SFI സഖാക്കളോട് പറഞ്ഞത്. ആ ചരിത്രം മാറ്റി എഴുതാൻ ഇതിന്റെ പദ്ധതിയോട് എതിർക്കണം എന്നുള്ളത് ഇപ്പൊ പറയുമെന്ന് അറിയാം. ജെക്സി തോമസ്, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 മാസം മുമ്പ് പറഞ്ഞല്ല, അതിനു മുമ്പ് അദ്ദേഹം ഇന്നിപ്പിക്കെതിരായ ആ പ്രസംഗങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ബാലഗോപാലിന് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ നേതാക്കളുടെയും ഉണ്ട്. SFIയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ അന്നത്തെ ABVP മാത്രമാണ് എതിർക്കുന്നത്, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞു. ABVP അതൊക്കെ കിടപ്പുണ്ട്. പോട്ടെ, ഇനി നമ്മുടെ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പ്രഭാത് പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ 6 അംഗ സമിതി പഠിച്ച വിശദമായ റിപ്പോർട്ട് 49 പേജുകളിൽ വളരെ വിശദമായി കിടപ്പുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ അപകടമെന്ന് പറയുന്നുണ്ട്. പോട്ടെ, CPM-ന്റെ വെബ്സൈറ്റിൽ പറയുകയാണ് കേട്ടോ. അതായത് at the same time this obvious vagueness in the NEP and many other proposals both in the text itself and reading between the lines the prompt serious concerns regarding a push towards increased centralization through a raft of so and so എന്ന് പറഞ്ഞു വന്നിട്ട് this ideological drive seeks compliance of our children by promoting irrationality in thought and action in place of rationality, promotion of obscurantism and unscientific thinking rather than nurturing and strengthening scientific temperaments of children. This ideological drive seeks compliance of the younger generation, India's future to be servile conformist എന്ന് പറയുന്നത് ഇപ്പോൾ CPM റെസ്പോൺസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ റൂസയും ഉഷയും കൂടി ചേർക്കാൻ അങ്ങൊന്ന് പറയണം ശ്രീ ജെക്സി തോമസ്. ഓക്കെ, ഇപ്പൊ മറുപടിയിലേക്ക് കിടക്കാമല്ലോ. ഞാനെന്ത് പറയേണ്ടതൊക്കെ ഇപ്പൊ ഞാൻ 24 ന്യൂസിൽ അങ്ങയുടെ സബോർഡിനേറ്റ് ആയിട്ട് ശമ്പളം പറ്റി ജോലി ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം അങ്ങനോട് ഡിക്റ്റേറ്റ് ചെയ്താൽ മതി. അത് കേൾക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടല്ലോ അവിടെ പറഞ്ഞാൽ മതി. ഞാനത് പറയണ്ട, ഞാനത് പ്രവർത്തിക്കണം എന്നൊക്കെ ഞാൻ അംഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കും. അതിനനുസരിച്ച് ഞാൻ ചെയ്യും. ഏതെങ്കിലും ഒരു ന്യൂസ് ആങ്കർക്ക് തിട്ടൂരം കൽപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ളതല്ല. പിന്നെ അതാ പറഞ്ഞേ, അഭ്യർത്ഥനയുള്ള എന്റെ പ്രതികരണമാണ് പറഞ്ഞത്. അങ്ങേക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോ പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും സുദീർഘ സമയമെടുത്തുകൊണ്ട് അവരവരുടെ അവസരങ്ങൾ ഉപയോഗിച്ച് പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ, പരിഹാസങ്ങളൊക്കെ ചൊരിഞ്ഞു. അതിലെനിക്ക് രസകരമായി തോന്നിയത് BJP-യുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നത് നിങ്ങൾ പണ്ട് തള്ളിപ്പറഞ്ഞതിനെയൊക്കെ സ്വീകരിക്കുമല്ലോ, അതാണല്ലോ നിങ്ങളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഇടതുപക്ഷമല്ലെന്ന്. എന്റെ ബഹുമാന്യനായ BJP പ്രതിനിധി, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അല്പ അന്തസ്സുള്ളൊരു BJP നേതാവ്, അന്തസ്സുള്ളവരെങ്ങനെ BJP ആകുമെന്നൊരു പ്രശ്നമുണ്ട്. എന്നാൽ BJP-ക്ക് കൂടെ അപമാനമായി അന്തസ്സുള്ളവരുണ്ടെങ്കിൽ
അല്പം അന്തസ്സുള്ളൊരു BJP നേതാവ് പോലും ഇമാതിരി സാധനമൊന്നും ഇപ്പോൾ ഒന്നൊരു ചർച്ചയിലും പറയാറില്ല. കാരണം എന്താണ്, ഞാൻ 24 ന്യൂസിന്റെ PCR ടീമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. BMS എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയുടെ ഔദ്യോഗിക സൈറ്റിൽ 1984 എന്ന 1984 കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമായി ആചരിക്കാൻ സമരം ചെയ്തൊരു സംഘടനയുണ്ട്. ആ സംഘടനയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിൽ ദയവ് ചെയ്ത് ഇമാതിരി സാധനങ്ങളൊന്നും ഈ 2025 കാലഘട്ടത്തിലെങ്കിലും എടുത്തോണ്ട് വന്ന് വെക്കരുത്. അതൊക്കെ സ്വയം തിരിഞ്ഞു കയറും. അങ്ങ് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. അത് മാത്രമേ എനിക്ക് അങ്ങയോട് പറയാനുള്ളൂ. പിന്നെ ഇരിക്കട്ടെ, കോൺഗ്രസ് പ്രതിനിധി എന്തായാലും പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ബഹുമാനിയായ മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ കള്ളനല്ലേ എന്ന നിലയിൽ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു അയ്യപ്പ പണിക്കരുടേതാണ് വെറും മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ താൻ എന്ന് തുടങ്ങുന്ന കവിതാ വാചകമുണ്ട്. അത് ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് പ്രതിനിധിയുടെ വാചകം. കാരണം എന്താണ്, ആരാണ് കോൺഗ്രസ് പ്രതിനിധി യഥാർത്ഥത്തിൽ കള്ളന്മാർ? ആങ്കർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ച കാണുന്ന 24 ന്യൂസിന്റെ പ്രേക്ഷകർ മനസ്സിലാക്കണമല്ലോ, എന്താ ഇടതുപക്ഷ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രിവിലേജ് എന്താണ്? കാരണം 2022 ബഹുമാന്യപ്പെട്ട പ്രേക്ഷക സമൂഹം നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഈ പദ്ധതി ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. 2022 നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോ തീരുമാനമെടുത്ത് ഒക്ടോബർ മാസം 27 ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചൊരു നേതാവുണ്ട്. കള്ളൻ എന്ന് വിളിച്ചത് ഈ പറഞ്ഞ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ അദ്ദേഹത്തെക്കാൾ 1000 തവണ തലമുതിർന്ന നേതാവായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് ആരാ കള്ളൻ? ഈ ചർച്ചയിൽ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ആദ്യം പോയി PM ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് വാശി പിടിച്ച് 2022 ഒക്ടോബർ മാസം 27 ഒപ്പിട്ട അശോക് ഗെഹ്ലോട്ടിന്റെ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന ഇടതുപക്ഷത്തെ നോക്കി PM ശ്രീ നടപ്പിലാക്കിയില്ലെന്ന് പറഞ്ഞ് കുറ്റം പറയുന്നു. പ്രേക്ഷകർ വിലയിരുത്തട്ടെ, ആരാണ് കള്ളൻ, ആരാണ് നുണയൻ, ആരാണ് നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് ചാനൽ ചർച്ചകളെ ഫ്ലോറുകളെ ഉപയോഗിക്കുന്നത് ആരാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. 2023 ജനുവരി 10 ഛത്തീസ്ഗഡ് ഈ PM ശ്രീയിൽ ഒപ്പിട്ടോ. ഏതാ മുഖ്യമന്ത്രി എന്ന് പ്രേക്ഷകർക്ക് അറിയണ്ടേ? ഈ കള്ളനെന്ന് വിളിച്ചു പറഞ്ഞ ഇതേ കോൺഗ്രസ് നേതാവിന്റെ 1000 മടങ്ങ് വലിപ്പമുള്ള വലിയ നേതാവ് 2023 ഡിസംബർ മാസം 8 ഹിമാചൽ പ്രദേശ് ഈ PM ശ്രീയിൽ ഒപ്പിട്ടോ. ആരാ കള്ളനെന്ന് പ്രേക്ഷകർക്ക് അറിയണ്ടേ? ഇപ്പൊ കള്ളനെന്ന് പച്ചക്കള്ളം പറഞ്ഞ ഈ കോൺഗ്രസ് നേതാവിന്റെ 1000 മടങ്ങുള്ള വലിയ നേതാവ് സുഖ്വന്ദർ സിംഗ് സുഖോ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി 2022 ഒക്ടോബർ 27 ഒപ്പിട്ടത് 2023 മെയ് മാസം പുതുക്കി കർണാടകയിലെ മുഖ്യമന്ത്രി. ആരാണ് കള്ളൻ? ഈ കള്ളൻ എന്ന പച്ചക്കള്ളം ഇവിടെ ഇരുന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിന്റെ കർണാടകയിലെ വലിയ നേതാവ് അദ്ദേഹം പോയി പുതുക്കി. ഇന്ത്യയിലെമ്പാടും ഓടി നടന്ന് അധികാരമുള്ള ആകെ 3 അവിടെയെങ്കിൽ അവിടെ ഞങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തൊണ്ട തുടങ്ങാതെ RSS വെട്ടിക്കളഞ്ഞ മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കാതെ, RSS വെട്ടിക്കളഞ്ഞ ഗാന്ധിവധത്തിന്റെ ചരിത്രം പഠിപ്പിക്കാതെ, RSS ഒഴിവാക്കുന്ന മലബാർ സമര സേനാനികളുടെ ചരിത്രം പഠിപ്പിക്കാതെ, RSSന് മുമ്പിൽ വിനീത വിധേയരായി ഇരിക്കാൻ പറഞ്ഞപ്പോൾ കിടന്നുകൊടുക്കുന്ന സമീപനമുള്ള ഈ കോൺഗ്രസ് കേരളത്തിലെ ഇടതുപക്ഷം ശക്തമായിട്ടുള്ളത് കൊണ്ട് NEP-യെ എതിർക്കേണ്ട താൽക്കാലിക ഗതികേട് ഏറ്റെടുക്കേണ്ടത് ഈ കോൺഗ്രസ് ഇവിടെ വന്നിരുന്ന ഇന്ത്യ മുഴുവൻ കള്ളത്തരം നടത്തിയിട്ട് ഇവിടെ വന്നിരുന്ന അതിനെ എതിർക്കുന്ന കോൺഗ്രസ് പറയുകയാണ് മുഖ്യമന്ത്രിക്ക് കള്ളനല്ലേ എന്നുള്ളത്. അയ്യപ്പ പണിക്കരുടെ കവിത തന്നെയാണ് അങ്ങേക്ക് ചേരുന്നത്. വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ താൻ. ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാലോ, ആങ്കർ എന്ന നിലയിൽ അങ്ങ് പരിഹാസത്തോടു കൂടെ വീണ്ടും പറഞ്ഞു, കേന്ദ്രത്തെ നമ്മൾ പറ്റിക്കും. എങ്ങനെ പറ്റിക്കും? പണം വാങ്ങും, കേന്ദ്രം പറയുന്നത് പഠിപ്പിക്കില്ല. ആങ്കർക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഈ പണം കേന്ദ്രത്തിന്റെ പണമാണോ? ഈ പണം എന്റെയും അങ്ങയുടെയും നികുതി പണത്തിന്റെ അവകാശപൂർണമായ ഓഹരിയാണ്. നമ്മുടെ നാട്ടിൽ SSIയും SSKയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ ജോലിയെടുക്കുന്നവർക്ക് കിട്ടേണ്ട ശമ്പളം 1000 കോടി രൂപ ഉമ്മാർ പിടിച്ചു വെച്ചിരിക്കുന്നു. മലയാളിക്ക് നോവേണ്ടതില്ലേ? ഇതൊരു CPIM പ്രശ്നമല്ലല്ലോ. എന്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടുകാരുടെയും ഒക്കെ അവകാശമായ തുക കേരളത്തിലാണ്. ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിക്കുന്ന സോദരത്വന എന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ SSIക്ക് പണം നൽകില്ല, കേരളത്തിലെ കർഷകർക്ക് സമയം കഴിയാണ് ജയിക്കാൻ ഞാൻ ഇടപെടുകയാണ്. പക്ഷേ അങ്ങനെ ശരിയാണ്, അത് അനീതിയാണ്. ഏതൊരു ഉപാധി പറഞ്ഞ് നമ്മുടെ പണം നമ്മൾ ചോദിക്കുന്ന പിച്ച പൈസ അല്ല, നമ്മൾ കൊടുത്ത പണമാണ്. അത് വാങ്ങാനുള്ള മാതൃക തമിഴ്നാട് സർക്കാർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിൽ 1000 ചില്ലുവാനം കൂടി തമിഴ്നാട് കൊടുക്കാൻ ഉത്തരവായിട്ട് അവർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒപ്പിട്ട് പോവലല്ല വഴി, അല്ലാത്ത വഴികളുണ്ട്. പോട്ടെ, നമ്മുടെ സമയം അതിലേക്ക് എന്തായാലും ശരി. കോട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ. അല്ല, മദ്രാസ് ഹൈക്കോടതിയിൽ പണം വാങ്ങുന്നത് തമിഴ്നാടിന് അറിയാം, ബംഗാളിന് അറിയാം. ശരി, നമുക്കതിനുള്ള കഴിവില്ല. ഓക്കെ, വിട്ടേക്ക് നമുക്കതിനുള്ള കഴിവില്ല. പോട്ടെ, പക്ഷേ ശരി, നമുക്കതിനുള്ള കഴിവില്ല.
നമ്മൾ ആ നയങ്ങളിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നു. NEP-ക്ക് എന്താ കുഴപ്പം? കാലാകാലങ്ങളിൽ NEP കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല എന്നൊക്കെ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അംഗീകരിക്കാം. പണം കിട്ടണമെങ്കിൽ ഇടതുപക്ഷം തോട്ടിക്കളയണമെങ്കിൽ ഒരു നയം അത് കളയാൻ അംഗീകരിക്കാം. ഒരു തർക്കം അക്കാര്യത്തിലില്ല. പക്ഷേ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ പോലെ സീക്രട്ടീവായി എന്തോ ദുരൂഹ ദൗത്യം പോലെ ഒരു കുഞ്ഞുമറിയാതെ, കേരളമറിയാതെ, CPI അറിയാതെ, മന്ത്രിമാർ അറിയാതെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അറിയാതെ ഒപ്പിട്ടത് എന്തിനാ എന്ന ചോദ്യത്തിന് റൂസ ഉഷ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.